ജെൻസൺ സാജൻ ജോസഫ് ആലിക്ക എന്നൊക്കെ പറയുന്ന പോലെ ജെൻസൺ ആലപ്പാട്ടിന് ആലപ്പാട് ജ്വല്ലേഴ്സുമായി എന്തെങ്കിലും ബന്ധം? ഇല്ലേ, ഈ നിങ്ങള് 4 ആളുകളും ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് ഭയങ്കര മോഹമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അങ്ങനെ ആഗ്രഹിച്ചു വന്നിട്ടില്ല. ഇപ്പൊ ജെൻസന്റെ കേസിൽ ജെൻസൺ ജോലി ഉപേക്ഷിച്ച് സിനിമയ്ക്ക് വേണ്ടി എത്ര ഓഡീഷൻസ്? 2500 ഓഡീഷൻസ്. 2500 ഓഡീഷൻസ് ഒരാൾ അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നമ്മള്, അതായത് ഒരു 10 എണ്ണത്തിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഭയങ്കര ഡെസ്പായി പോകുന്ന ആളുകളാണ്. അല്ലെ, പെട്ടെന്ന് ഡെസ്പറേറ്റ് ആവുമല്ലോ. ഡെസ്പറേറ്റ് ആവുമല്ലോ നമ്മൾ. ഇപ്പൊ ഞാൻ പേഴ്സണലി ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത് നമ്മൾ ഭയങ്കര പെട്ടെന്ന് നമുക്ക് നെഗറ്റീവ് അടിക്കില്ലേ, അങ്ങനെയുള്ള സ്ഥാനത്ത് 2500 ഓഡീഷൻസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് ആക്ച്വലി എ ബിഗ് ഡീൽ. അതൊരു കയ്യടി വേണ്ട സാധനമാണ്. എങ്ങനെയായിരുന്നു പിന്നെ ഈ 2500 കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു എൻട്രി ഉണ്ടല്ലോ, അതെങ്ങനെയാ കിട്ടിയ? അതായത് ക്യൂൻ പടമായിരുന്നു എന്റെ ഫസ്റ്റ് ഇത്. ആ ക്യൂൻ പടം സെലക്ട് ആവണായിട്ടുള്ള മുന്നേ 2 വലിയ പടത്തിന്റെ സെലക്ഷൻ കഴിഞ്ഞ് കോസ്റ്റ്യൂമിന്റെ അളവെടുത്ത് ഡേറ്റും പറഞ്ഞ് വലിയ പടം, ഞാൻ പടം ഇതൊന്നും പറയുന്നില്ല, ലാസ്റ്റ് തലേദിവസം ജൻസ ക്യാരക്ടർ ചെറിയൊരു സാധനമാണ് വന്ന് ചെയ്യാൻ പറ്റുമോ, ശരി എന്ന് പറഞ്ഞു. വേറൊരു പടത്തിന്റെ വേറെ ഇഷ്യൂസ് കാരണം അതും പോയി. അപ്പൊ ഞാൻ ഭയങ്കര, നമ്മളെപ്പോഴും അത് നെഗറ്റീവ് ആവുക ചെയ്യാം, എല്ലാവർക്കും ബേസിക് നമുക്ക് മാത്രം എന്തെങ്കിലും സംഭവം. ഞാൻ ആലോചിച്ചത് ഇത്ര അധികം കൊല്ലെടുത്തിട്ട് വരാത്ത വലിയ പടത്തിലേക്ക് എന്നെ സെലക്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അപ്പോ എന്റെ അടുത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ച സമയത്ത്. അത് കഴിഞ്ഞിട്ട് ക്യൂന്റെ ഓഡിഷൻ വരുന്നു, ഫുള്ള് പുതിയ ആൾക്കാര്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ 2 പടത്തിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോ ക്യൂന്റെ ഓഡിഷൻ വരാനും പിടിക്കാനും പറ്റിയിരുന്നില്ല. പക്ഷെ ക്യൂന്റെ ഓഡിഷൻ വന്നപ്പോഴാണ് ആ ക്യാരക്ടർ എന്നെ രജിസ്റ്റർ ആയിട്ട്, ഇപ്പോഴും എന്റെ പേര് പലർക്കും അറിയില്ല, മാടപ്രാവ് എന്നാണ് ഇപ്പോഴും വിളിക്കുക. അതായത് ആ പടത്തെ നമുക്ക് ദൈവം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അതായിരുന്നു. നമുക്ക് പോലും അറിയില്ല പുതിയ ആൾക്കാർ ആ പടം അത്ര ഹിറ്റ് ആവുന്നു അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് അറിയില്ല. പക്ഷെ അത് സംഭവിച്ചു. അതായത് പറഞ്ഞു, നമുക്ക് ഞാനൊരു 10 വർഷം ഓഡീഷന് പോയിട്ടുണ്ട്. 10 വർഷം ഓഡീഷന് പോകുമ്പോൾ, അതായത് 1000 ഓഡീഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 10 നല്ലതുണ്ടാവുമല്ലോ. ഈ 10 നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞത് കട്ട് ചെയ്ത് അവസാനവും പിന്നെ ഒരെണ്ണൊക്കെയാണ് കിട്ടുക. അതങ്ങനെയാണ് അതിന്റെ സംഭവം. നമുക്ക് ആരും കുറ്റം പറയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആരും അറിയില്ല, സിനിമാക്കാരൻ്റെ നമ്മൾ നാടകത്തിന്റെ പൈസ ആയിരുന്നു എനിക്ക്. അപ്പൊ തൃശ്ശൂർ നാടകം പരിപാടികളായിരുന്നു. അപ്പൊ അതൊന്നും നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വേറെ പൈസ ഒന്നും ഇല്ല, നമുക്ക് ആരും അറിയില്ല. അപ്പൊ ഓഡീഷന് പോവാ, നമുക്കൊരു ദൈവം നമുക്കൊരു കഴിവ് തന്നു, നമുക്കൊരു വിശ്വാസമുണ്ട്. അപ്പൊ നമ്മുടെ ആ കഴിവ് കാണിക്കാൻ എങ്ങനെ പറ്റുന്നു അതിങ്ങനെ പോയി കാണിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ദിവസം വരും എന്നുള്ള കൺസെപ്റ്റിൽ പോയി. അങ്ങനെയാണ് ഫസ്റ്റ് പടം ക്യൂൺ സെലക്ട് ആവുന്നതും. ക്യൂണിന്റെ ഓഡീഷൻ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ വലിഞ്ഞു കയറി പോയതാ. എന്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു, ഒലിമൽ എന്ന് പറഞ്ഞിട്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞു അങ്ങനെ ക്യൂണിന്റെ ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഇത് അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ ലാസ്റ്റ് ദിവസം ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ അവർ കണ്ടിട്ടില്ല അത്. എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നീ വിളിച്ചു നോക്കുന്നതിന്റെ ആ നമ്പർ വിളിച്ച് പറഞ്ഞു അങ്ങനെ വരാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ല, പേരില്ലല്ലോ. ഞാൻ ചേട്ടാ പ്ലീസ് ചേട്ടാ, എന്താ കേട്ടോ ഒരു ഓഡീഷൻ പങ്കെടുക്കാൻ. കുറെ കാലം പിടിച്ചപ്പോൾ ആളുടെ പേഴ്സണൽ നമ്പർ വന്നു. സിബി എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പേഴ്സണൽ നമ്പർ വന്നു, നീ വിളിക്കും, ഉച്ചയ്ക്ക് ശേഷം വിളിക്കുന്നു. ഞാൻ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു. കൂട്ടുകാരൻ പറഞ്ഞു, നമ്മളൊക്കെ എത്ര ഓഡീഷൻ വിളിക്കാത്ത ഓഡീഷന് പോകണ്ടാ, നീ കഴിഞ്ഞ ഞാൻ ലൊക്കേഷൻ അയച്ചാൽ നീ പൊക്കോന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ എൻ്റെ കയ്യിലുള്ള കാശ് എടുത്ത്, അന്ന് പണ്ടോട്ട് ഞാൻ ഓഡീഷനൊക്കെ ബൈക്കുമേ പോവുക. ഉള്ള കാശ് 10-200 പെട്രോൾ അടിച്ച് ഓഡീഷന് ഇവിടെ ചെന്നപ്പോൾ പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫുള്ളായിട്ട്. വരി നിന്നപ്പോ എല്ലാവരും, ഞാൻ അങ്ങനെ വരിയിൽ പോയി നിന്നപ്പോ എല്ലാവരും ഇവര് ചോദിക്കുന്നുണ്ട് പേരെന്താ, നമ്പർ എന്താന്ന്. പിന്നെ ഈ നമ്പറിലാണ് ഇവര് രജിസ്റ്റർ കിടക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഒരു നമ്പർ പറഞ്ഞു, ഇല്ലല്ലോ ഇതില്. അടുത്ത നമ്പർ പറഞ്ഞു, എനിക്ക് 3 നമ്പറിലാണ്. അടുത്ത നമ്പർ പറഞ്ഞു, ഇല്ലല്ലോ. ചേട്ടാ വേറൊരു നമ്പർ പോയിണ്ട്, ഇതില്ലല്ലോ. ചേട്ടാ ഇങ്ങനെ സിബി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരാൻ പറഞ്ഞു, തൊട്ടപ്പുറത്തിരിക്കുന്നു, എനിക്കറിയില്ല ആളെന്ന്. ഞാൻ എപ്പോ വരാൻ പറഞ്ഞു, ചേട്ടാ നമ്പർ വന്നിരുന്നില്ല. ചോദിച്ചു, തന്നോട് വരാൻ പറഞ്ഞു, എനിക്ക് ഉച്ചയ്ക്ക് വിളിക്കാനല്ലേ പറഞ്ഞു. അല്ലേട്ടാ പോലീസ് ഞാൻ കുറെ റിക്വസ്റ്റ്. അപ്പൊ ആള് പറഞ്ഞു, ഓക്കെ ഒരു കാര്യം ചെയ്യുക, അവന് ഇത് കൊടുക്കുന്നു പറഞ്ഞു. ടാഗ് തന്നു. ബാക്കി എല്ലാവർക്കും മറ്റേ കാർഡൊക്കെ ഉണ്ടായിരുന്നു, എനിക്കൊരു ടാഗ് മാത്രം തന്നു. ലാസ്റ്റ് പങ്കെടുത്തോളാൻ പറഞ്ഞു. ഇത് ഒരു കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ എത്തിയിട്ട് ഞാൻ പങ്കെടുക്കുന്നത് 6 മണിക്കാണ് ഓഡിഷൻ ചെയ്തു. ഒരു ഒരെണ്ണം ചെയ്തു, 2 ചെയ്തു. സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടായിരുന്നു, പിന്നെ എഡിറ്റർ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ വൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 പേരൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്ന് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ട് 5-6 ചെയ്യിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജെൻസ വിളിക്കാട്ടാന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറുടെ വൈഫ് പറഞ്ഞു, വിളിക്കാന്നല്ല വിളിക്കും എന്ന് പറഞ്ഞു. എനിക്ക് എന്തോ ഒരു പ്ലസ് പോയിന്റ് തോന്നി.